അപ്പോൾ അണ്ടർ ഐ ക്രീസിങ് എങ്ങനെ ഒഴിവാക്കാന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. നിങ്ങൾ അണ്ടർ ഐ ക്രീം എന്തായാലും യൂസ് ചെയ്യണം മേക്കപ്പിന് മുന്നേ. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കറക്റ്റർ ഷെയ്ഡ് യൂസ് ചെയ്യുക. ഞാൻ ഓറഞ്ചിനോടൊപ്പം തന്നെ യെല്ലോ ഷെയ്ഡ് ദെൻ ഡാർക്ക് കൊക്കോ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ന്യൂട്രലൈസ് ചെയ്യാനാണ് കളർ കറക്ഷന് വേണ്ടിയിട്ട്. എനിക്ക് അത്രയ്ക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് ഒന്നുമില്ല. അതിന് ശേഷം നല്ലൊരു സെറ്റിംഗ് സ്പ്രേ, നല്ലൊരു ബ്രാൻഡിൻ്റെ സെറ്റിംഗ് സ്പ്രേ എടുക്കുക. ബ്രഷിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം ലൈറ്റായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കണം കണ്ണിൻ്റെ ഇടയിൽ. പൗഡർ യൂസ് ചെയ്യരുത്, നല്ല ഹെവി ആയി പോവും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ കൺസിലർ എടുത്തിട്ട് സെയിം സ്റ്റെപ്പ് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ആവാനാണ് കണ്ടറൈസിൻ്റെ അടിയിൽ. അധികം നല്ല ഹെവി ആയി ഫീൽ ചെയ്തിരിക്കുക. അതിനുശേഷം ഈ സെയിം സെറ്റിംഗ് സ്പ്രേ സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് മാച്ച് ആവുന്ന പൗഡർ, സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് അണ്ടർ ഐസ് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യണം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഒരു പിസ്സ സ്പഞ്ച് ഉപയോഗിച്ച് പ്രസ് ചെയ്താണ് കൊടുക്കുന്നത്, കാരണം നമ്മുടെ അലയൻസിലൊക്കെ ഇത് ഫില്ല് ചെയ്യണം. ഞാൻ വീണ്ടും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് വെച്ചിരുന്നത് ബ്രൈറ്റനിങ് പൗഡറാണ് കണ്ണിൻ്റെ അടിയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് ക്രീസിങ് ഒഴിവാക്കാം.